നമുക്ക് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ മലയാളികൾ സഞ്ചരിക്കണം ബാംഗ്ലൂർ ഹൈദരാബാദ് ഈ റൂട്ടല്ലേ. അപ്പം വെറും ഇവിടുന്ന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട 4 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ എത്താം. അപ്പോൾ വയനാട്ടുകാർക്ക് മാത്രമല്ല മൊത്തത്തിൽ നമ്മുടെ മലയാളികൾക്ക് മുഴുവൻ ഒരു പ്രൊജക്റ്റാണിത്. അപ്പോൾ ഈ അടിവാരം ടു കൽപ്പറ്റ വരെ നിലവിലെ 32 കിലോമീറ്റർ സർക്കാർ യൂസ് ചെയ്യുന്ന ആ ബിഗ് പ്രൊജക്റ്റ് ഇതിലേക്ക് മാറ്റി വെച്ചാൽ ഇത്രയും ദൂരം കുറയും ചെയ്യും, വയനാട്ടുകാരുടെ എന്നേക്കുമായ പ്രശ്നങ്ങൾ തീരും. ഈ പദ്ധതി വന്നാൽ 185 സ്ക്വയർ കിലോമീറ്റർ പുതിയ വനം വെച്ചതിന് തുല്യം നമ്മൾ പറഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു കൊല്ലത്തിന് മേലെ ഇന്ന് വരെ ഒരു പരിസ്ഥിതി പ്രവർത്തകർ ഇതിനെതിരെ ഒന്നും പറയുന്നില്ല. മറ്റേ ഏതൊരു പദ്ധതി വരുമ്പോഴും ആദ്യം പരിസ്ഥിതി പ്രവർത്തകരാണല്ലോ അതിനടങ്കൂടുക. ഇത് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും നമ്പർ 1 ടൗൺ കോഴിക്കോടെ മാറും. കാരണം എല്ലാവർക്കും ഇവിടെ ഒന്നേ പോകാൻ പറ്റുള്ളൂ. ഇത് ഗേറ്റ് ഓഫ് കേരളമായി മാറും. നമസ്കാരം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒന്നാണ് വയനാട്. പക്ഷെ വയനാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴും പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് ഈ വയനാട് ചുരം കയറി മുകളിലെത്താനുള്ള ബുദ്ധിമുട്ടാണ്. അവിടുത്തെ തിരക്കും ബ്ലോക്കും ഒക്കെ ആലോചിക്കുമ്പം ഒരു പക്ഷേ നമ്മൾ അങ്ങോട്ടുള്ള യാത്ര തന്നെ വേണ്ടാന്ന് വെക്കും. ഇനി അങ്ങനെയുള്ള യാത്ര വേണ്ടാന്ന് വെക്കുന്നത് ചിന്തിക്കേണ്ട എന്നുള്ളതാണ് നമ്മുടെ അരീക്കോടുകാരൻ അബ്ദുൽ അരീക്കോട് നമ്മളോട് പറയുന്നത്. അദ്ദേഹം നിലവിലുള്ള വയനാട് ചുരത്തിന് ബദലായി മറ്റൊരു പാത കൂടി അദ്ദേഹം നിർദ്ദേശിക്കുകയാണ്. ഈ പ്രൊജക്ട് അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് നടപ്പിലാവുകയാണെങ്കിൽ നമ്മൾ മലയാളികൾക്ക് തന്നെ വലിയ സൗകര്യമായിരിക്കും വയനാട്ടിലേക്ക് എത്താൻ. വയനാട്ടിലുള്ളവർക്കും അതെ, അവർ പലപ്പോഴും എന്തെങ്കിലും ആശുപത്രിയോ മറ്റു ആവശ്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് അവർ വല്ലാതെ ബുദ്ധിമുട്ടി പോകാറുണ്ട് ചുരത്തിൽ ബ്ലോക്കൊക്കെ ആയിട്ട്. അവർക്കും അത് വലിയൊരു ആശ്വാസമായിരിക്കും. നമുക്ക് അബ്ദുക്കയോട് ചോദിക്കാം, അബ്ദുക്ക എങ്ങനെയാണ് എന്താണ് ഈ പദ്ധതി, അത് നിങ്ങൾ തന്നെ പറയും. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഒരു തിരുത്ത് പറയാം. വയനാട്ടുകാർക്ക് മാത്രമല്ല, കാരണം നമുക്ക് ബാംഗ്ലൂർക്ക് വെറും 4 മണിക്കൂർ കൊണ്ട് കോഴിക്കോട് നിന്ന് എത്താൻ നമ്മൾ പറയുന്നത്. അപ്പം നോർത്ത് ഇന്ത്യക്കുള്ള ഒരു ഗേറ്റ് വേ ആയിട്ട് കേരളത്തിന് ഈ ഒരു പോയിന്റ് മാറും. അപ്പം നമുക്ക് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ മലയാളികൾ സഞ്ചരിക്കണം ബാംഗ്ലൂർ ഹൈദരാബാദ് ഈ റൂട്ടല്ലേ. അപ്പം വെറും ഇവിടുന്ന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട 4 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ എത്താം. അപ്പൊ വയനാട്ടുകാർക്ക് മാത്രമല്ല മൊത്തത്തിൽ നമ്മുടെ മലയാളികൾക്ക് മുഴുവൻ ഒരു പ്രൊജക്റ്റാണിത്. അതായത് പറയുന്നത് അടിവാരത്ത് നിന്ന് കൽപ്പറ്റയ്ക്ക് ഏതാണ്ട് 30 കിലോമീറ്റർ ഉണ്ട്. ഈ 30 കിലോമീറ്റർ ദൂരം കുറഞ്ഞ സമയം കൊണ്ട് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്നമാണോ? അല്ല, സ്വപ്നമാണ്. ഇപ്പൊ സ്വപ്നമാണ്. പക്ഷെ ഈ പദ്ധതി വന്നാൽ സ്വപ്നമല്ല, യാഥാർത്ഥ്യം മാറും. ഞാൻ പറഞ്ഞല്ലോ അതിന്റെ കാര്യങ്ങൾ എന്താ വെച്ചാൽ കൃത്യമായിട്ട് ഈ 10 കിലോമീറ്റർ തുരങ്കാണ്. ഈ തുരങ്കത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, യാതൊരുവിധ മറ്റില്ലേ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ ഒരു മരം മുറിക്കുക, കാട് വെട്ടുക ഒന്നും ചെയ്യണം. ഫോറസ്റ്റിന്റെ 1 മീറ്റർ പോലും ഫോറസ്റ്റ് ഇല്ല, ഒരു എലഫന്റ് ക്രോസിംഗ് ഇല്ല, അങ്ങനെ ഒന്നുമില്ലാതെ അടിവാരത്ത് നിന്ന് 30 ഏക്കർ ആണ് പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് വെറും 10 കിലോമീറ്റർ തുരങ്കണ്ടായ കൽപ്പറ്റ നമ്മളെ വെള്ളാരംകുന്നിന് താഴെ KSRTC ഗ്യാരേജിലേക്ക് കുന്നമ്പറ്റ റോഡിലേക്ക് എത്തും. കുന്നമ്പറ്റ ആ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ കൽപ്പറ്റ ടൗണിക്കുള്ളൂ. ഓൾറെഡി ഇപ്പം 2 ഭാഗത്തും ഈ ഒരു അപ്രോച്ച് റോഡുമായി റോഡ് വന്നിട്ടുണ്ട്. ഈ റോഡ് 45-50 മീറ്റർ വീതി കൂടണമെന്നുള്ളൂ. പക്ഷേ ഈ വീതി കൂടണം ഫോറസ്റ്റ് അല്ല, പ്രൈവറ്റ് ഭൂമിയാണ്. അപ്പം നമ്മളിപ്പം നിലവിലുള്ള ബോംബെ കന്യാകുമാരി NH66 പോലെ 6 വരി പാത ഉണ്ടാക്കുകയാണെങ്കിൽ ഈ 14 കിലോമീറ്റർ വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാം. കാരണം അതിനകത്ത് വേറെ ടൗണോ എക്സിറ്റ് ഒന്നുമില്ലല്ലോ. അടിവാരം നിന്ന് വിട്ടാൽ പിന്നെ അടുത്ത എക്സിറ്റ് കാണുന്നത് കൽപ്പറ്റയിലാണ്. അപ്പൊ നമുക്കൊരു 100 കിലോമീറ്റർ വേഗത പോവുകയാണെങ്കിൽ 100 അതിലേറെ പോകല്ലോ. അങ്ങനത്തെ റോഡ് വരികയാണെങ്കിലാണ് പറഞ്ഞത്. പിന്നെ ഇതിന്റെ ദൂരമാണ് പ്രശ്നം. ഈ ദൂരം നമ്മൾ എങ്ങനെ കണ്ടുവച്ചാൽ ലക്കിടി ഇപ്പൊ അടിവാരത്തിന് കാണാൻ 700 മീറ്റർ ആയിട്ടില്ല നിൽക്കണം ലക്കിടി. അപ്പൊ ഈ 10 കിലോമീറ്ററിന്റെ 700 മീറ്റർ ഒരിക്കലും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല, അന്താരാഷ്ട്ര നിയമപ്രകാരം പറ്റില്ല. പക്ഷെ ഇതിന്റെ പ്രത്യേകത അടിവാരത്ത് നിന്ന് ഈ 45 ഡിഗ്രിയിലെ ചെരിവില്ല ഈ പ്രദേശത്തിലൂടെ നമ്മൾ 30 ഏക്കറാണ് സ്ഥലത്ത് എത്തുന്നതോട് കൂടി ഈ കയറ്റം 3 കിലോമീറ്റർ കൊണ്ട് 300 മീറ്റർ നമ്മൾ ആയിട്ട് കയറുകയാണ്. ആ 300 മീറ്റർ നമുക്ക് അറിയപ്പെടാതെ ഞങ്ങൾ പോയ കാറിൽ പോലും നമ്മൾ ഇപ്പം നോർമലി റോഡിൽ ടോപ്പ് കയറിലാണ് പോയത്. അതിന്റെ കാരണം അവിടെ 45 ഡിഗ്രി ചെരിവാണ്. അപ്പം 300 മീറ്റർ 700 കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ എത്തുന്ന കൽപ്പറ്റ ടൗൺ. കൽപ്പറ്റ ടൗൺ പറഞ്ഞാൽ ലക്കിടിനേക്കാണ് 200 മീറ്റർ താഴ്ചയിലാണ് കൽപ്പറ്റ. ഇത് മനസ്സിലാണെങ്കിൽ നമ്മൾ വെള്ളാരംകുന്ന് അങ്ങോട്ട് ഇറക്കിയാറ് 5 കിലോമീറ്റർ ഇപ്പോൾ ഇറങ്ങുമ്പോഴാണല്ലോ കൽപ്പറ്റ ടൗൺ. അപ്പൊ ആ 200 കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഉള്ളിൽ അപ്പൊ 400, 300, 500 മീറ്റർ നമുക്ക് ഇവിടെ കഴിഞ്ഞു. പിന്നെ നമുക്ക് 200 മീറ്റർ ആണ് നമ്മുടെ മുമ്പിൽ തടസ്സം. അപ്പൊ അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു തുരങ്കപാത വരികയാണെങ്കിൽ അതിൽ 1 കിലോമീറ്ററിന് 3% ഹൈറ്റ് കൂട്ടാം. അപ്പൊ 1 കിലോമീറ്ററിന് 30 മീറ്റർ കൂട്ടാം. ഹൈവേക്ക് ആണെങ്കിൽ 10%, അതായത് 100 മീറ്റർ കൂട്ടാം. അപ്പം ഈ റോഡിന് 3 മീറ്റർ, അപ്പൊ 10 കിലോമീറ്റർ 10 ന് 30 300 മീറ്റർ ആയിട്ട് കൂട്ടാം. സാറ് മനസ്സിലായി. അപ്പൊ നമുക്ക് 200 മതി, അതായത് 300 മീറ്റർ ബാക്കിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അന്താരാഷ്ട്ര നിയമപ്രകാരം യാതൊരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ ഈ റോഡ് ഇവിടുന്ന് അടിവാരത്തിന് അവിടെ എത്തിപ്പെടാൻ പറ്റും. മാത്രമല്ല ഇപ്പം കേന്ദ്ര സർക്കാർ ഈ കൊല്ലകൽ കോഴിക്കോട് പാത വികസിപ്പിക്കാൻ ഉദ്ദേശിക്കേണ്ടത് വൈത്തിരിക്കൊരു ബൈപ്പാസ്, ചുണ്ടക്കർ ബൈപ്പാസ്, പിന്നെ ചുരം വീതി കൂട്ടുന്ന ഫോറസ്റ്റ് സ്ഥലം എടുക്കുന്നതിന്റെ 3 ഇരട്ടി സ്ഥലം പറ കൊടുക്കണം. അപ്പൊ ഈ അടിവാരം ടു കൽപ്പറ്റ വരെ നിലവിലെ 32 കിലോമീറ്റർ പിന്നെ സർക്കാർ യൂസ് ചെയ്യുന്ന ഈ ആ ബിഗ് പ്രൊജക്റ്റ് ഇതിലേക്ക് മാറ്റി വെച്ചാൽ ഇത്രയും ദൂരം കുറയും ചെയ്യും,
വയനാട്ടുകാരുടെ എന്നേക്കുമായ പ്രശ്നങ്ങൾ തീരും ചെയ്യും. തീർച്ചയായിട്ടും വയനാട്ടുകാർ മാത്രമല്ല അതിൽ ഏറ്റവും വലിയ വേറെ ഗുണം, ഈ പദ്ധതി വന്നാൽ 185 സ്ക്വയർ കിലോമീറ്റർ പുതിയ വനം വെച്ചതിന് തുല്യം നമ്മൾ പറയുന്നത്. ഇത് ആർക്കും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ ഒരു വെസ്റ്റേൺ ഗാർഡ്സിനെ മുറിച്ചിട്ട് ഒരു പദ്ധതി വരിക, എന്നിട്ട് ഇത്രയും വനം വെച്ചതിന് തുല്യം എന്ന് പറയുമ്പോൾ, ഇപ്പൊ നിലവിൽ ഈ താമരശ്ശേരി ചുരത്തിലൂടെ പോണ വാഹനങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ അവിടെ എത്താനും അവിടെ നിന്ന് ഇറങ്ങാനും ഉപയോഗിക്കുന്ന ഇന്ധനം അറിയില്ല. നിങ്ങൾ പറഞ്ഞല്ലോ 2 മണിക്കൂർ, നാളെ ഞാൻ പോയിട്ട് 6 മണിക്കൂറാണ് പോയത്. ഇത്രയും വാഹനങ്ങൾ കത്തിക്കണം പുറന്തള്ളുന്ന ഇന്ധനത്തെ ഈക്വൽ ആക്കണമെങ്കിൽ വേറൊരു സ്ഥലത്ത് 185 സ്ക്വയർ കിലോമീറ്റർ വനം പുതിയ വെച്ചുപിടിക്കണം. അപ്പോൾ ഈ നിലവിൽ ഈ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷനിൽ 10 പോയിന്റിൽ ഒരു പോയിന്റാണ്. അപ്പോൾ അതിന് ടൂറിസത്തിന് വിട്ടുകൊടുത്തിട്ട് എക്കണോമിക്കലി ആൾക്കാർ നമ്മൾ പറഞ്ഞ ഈ റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കൽപ്പരത്താൻ പറ്റും. അതാണ്. മാത്രമല്ല ഈ പദ്ധതി വരികയാണെങ്കിൽ 2 കൊല്ലം കൂടി 24 മാസം കൊണ്ട് പൈസ ഗവൺമെന്റിന് തിരിഞ്ഞു കിട്ടും. അപ്പൊ ഈ 185 സ്ക്വയർ കിലോമീറ്റർ വനം വെക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി സ്വപ്നം കാണാൻ പറ്റുമോ? ഒരു ഇത്രയും വനം പുതിയ വെച്ചതിന് തുല്യം നമ്മൾ പറഞ്ഞു. കാരണം ഇന്ന് നമ്മളെ ഭാരത സർക്കാരും എല്ലാവരും എത്രയും ഈ പെട്രോളിന്റെ ഡീസലിന്റെ ലഭ്യത കുറച്ചിപ്പം ഹൈഡ്രജനിലേക്കൊക്കെ മാറുന്ന കാലം സാറിന് അറിയില്ല. ബസ്സൊക്കെ ഇലക്ട്രിസിറ്റി ആകാൻ പോകണം, ലൈൻ ട്രെയിൻ മൊത്തം അതാവുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ മാറ്റങ്ങൾ വരുന്ന സമയത്ത് സൗഹാർദ്ദം അപ്പൊ ഇത്രയും ഈ മില്യൺ കണക്കിനുള്ള ഈ ഡീസലിന്റെയും പെട്രോളിന്റെയും ഉപയോഗം കുറക്കുക എന്ന് പറഞ്ഞത് നമ്മളെ ഈ കോഴിക്കോടിന്റെ ഒരു മുഖച്ഛായ ഇത് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ടൗൺ കോഴിക്കോടെ മാറും. കാരണം എല്ലാവർക്കും ഇവിടെ ഒന്നേ പോകാൻ പറ്റുള്ളൂ. ഇത് ഗേറ്റ് വേ ഓഫ് കേരളമായി മാറും ഇന്ത്യക്കില്ല. മാത്രമല്ല ഈ ടൂറിസം കൂടും. വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടേക്കും ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാർക്ക് വരാൻ വളരെ എളുപ്പമായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഇത് കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും, നമ്മളിത് ചുമ്മാ ഒരു സ്വപ്നം മാത്രമായിട്ട് പറയുകയാണെന്നുള്ളത്. അല്ല, അബ്ദുക്ക് ഇത് സംബന്ധിച്ചുള്ള പ്രൊജക്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് അവിടെ നിന്നുള്ള മറുപടികൾ? ഞാൻ എന്റെ ജീവിതത്തിൽ 2-2.5 ലക്ഷം മരങ്ങൾ നട്ട ആളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം കേരളത്തിൽ ഒരുവിധം ഭാഗങ്ങളൊക്കെ നമ്മൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും എല്ലായിടത്തും തന്നെ നമ്മൾ എവിടേക്കാണ് പോകുന്നത് അവിടെയൊക്കെ നമ്മൾ തൈ നടണം. ഞാൻ ഹജ്ജിന് മക്കത്ത് നട്ട ആളാണ്. അപ്പം എൻ്റെ ഈ ഒരു പരിസ്ഥിതി ഒരു യാത്രയിൽ നിന്നാണ് ഞാൻ ഇതിനെപ്പറ്റി ഇപ്പൊ വയനാട്ടിൽ പോകും, തൈ വെക്കും, തിരിച്ചു വരുമ്പോൾ ഒക്കെ നമ്മൾ അങ്ങനെയാണ് ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കണം. ഇതിന്റെ ഇതൊരു ഭാഗമുണ്ടോ? അപ്പം എൻ്റെ ഞാനൊരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളാണ്. അപ്പം എൻ്റെ നാച്ചുറൽ ആ ഒരു പഠനം കൊണ്ട് ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് നമ്മളിത് എത്ര ദൂരം എന്നൊക്കെ കണ്ടെത്തി ഗണിച്ചൊക്കെ കറക്റ്റ് ഹൈറ്റൊക്കെ. പക്ഷെ ഇത് ദൈവാധീനം കൊണ്ട് ഒരു ദൈവദൂതനെ പോലെ എന്ന് തന്നെ പറയാം. ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്ന എൻ്റെ സാറ് പോൾ സാറ്, ബത്തരിത പോൾ സാർ അമേരിക്കയിൽ നിന്ന് 3 ഇതിനും വേണ്ടി മാത്രം നാട്ടിൽ വരികയും അങ്ങനെ അദ്ദേഹം ആ ഒരു പ്രൊജക്ട് കണ്ട് അദ്ദേഹം കമ്പ്യൂട്ടറും സാധനങ്ങളും ജിയോളജി മെഷീനൊക്കെ വെച്ച് ഇത് 100% സത്യമാണെന്ന് ബോധ്യപ്പെടുത്തിയത്. എനിക്ക് ഉറപ്പ് അദ്ദേഹം ദൈവമായിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അങ്ങനെ നമ്മൾ ഇത് പദ്ധതികൾ കേന്ദ്ര സർക്കാരിൽ ഈ പദ്ധതി എത്തിക്കുകയും അത് നല്ലൊരു സമീപനമാണ് സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് തിരിച്ചു കിട്ടിയത്. മാത്രമല്ല എല്ലാത്തിനും ഒരു പഠനം അവർ നടത്തണമല്ലോ. പക്ഷെ അവർ നടത്തേണ്ട എന്തൊക്കെയാണോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ട് ഇതിനെല്ലാം വരും പരാതികളും കാര്യങ്ങളും A to Z നല്ല 6 പേജിലെ ഒരു ഫയലാണ് കൊടുത്തത്. നല്ല ആശാപരമായിട്ടുള്ള, അതായത് പോസിറ്റീവായിട്ടുള്ളൊരു റിയാക്ഷനാണ് കിട്ടിയത്. കാരണം കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനത്തെ പുതിയ പദ്ധതികളും ആശയങ്ങളും എല്ലാ ആളുകളും അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ മാത്രമല്ല കേരളത്തിന് എന്തെങ്കിലും ഒരു ബിഗ് പ്രൊജക്ട് കൊടുക്കണം എന്നുള്ള ഒരു ഇതിലാണ്. അതൊന്ന് പിന്നെ നമ്മളെ ഈ എയിംസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് തൃശ്ശൂർ എറണാകുളത്തേക്ക് വരും. അപ്പൊ ഇത് വരെയാണ് കേരളത്തിന് മൊത്തം വന്ന ഒരു പദ്ധതിയായി വരും. അപ്പോൾ ഇങ്ങനത്തെ പുതിയ ആശയങ്ങളിലെ ആളുകളൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നല്ല പോസിറ്റീവ് സമയം കിട്ടി. മാത്രമല്ല ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാറുമ്പോൾ ഒരു ഇത്രയും വനം വെച്ചതിനൊക്കെ തുല്യം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ട് ഈ പോൾ സാറിന്റെ സഹായത്തോടെ നമ്മൾ കൊടുക്കുകയും ചെയ്ത്. അപ്പൊ എല്ലാം ഒരു ദൈവ നിയോഗം പോലെ. കാരണം സാറ് വരെയും മറ്റും കൊടുക്കുകയും ചെയ്താൽ മിക്കവാറും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ മതി. കാരണം ഇത് നോക്കൂ, ഇതിപ്പോ നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ ഏതാണ്ട് 1 കൊല്ലത്തിന് മേലെ ഇന്ന് വരെ ഒരു പരിസ്ഥിതി പ്രവർത്തകർ ഇതിനെതിരെ ഒന്നും പറയുന്നില്ല. മറ്റേ ഏതൊരു പദ്ധതി വരുമ്പോൾ ആദ്യം പരിസ്ഥിതി പ്രവർത്തകരാണല്ലോ അതിനടങ്കൂരിടുക. അത് ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷെ ആർക്കും പറയാൻ പറ്റാത്ത നമ്മൾ കൃത്യമായിട്ടുള്ള ഈ 20 കൊല്ലത്തെ എൻ്റെ ജീവിത അനുഭവ പാഠം കൃത്യമായിട്ട് പറയും. ഇത് ഫോറസ്റ്റ് ഇല്ല, വനല്ല, ഒരു എലഫന്റ് ക്രോസിംഗ് പോലും നശിക്കാൻ കഴിയില്ല, ഒരു കുരങ്ങന്റെ ആവാസ വ്യവസ്ഥ പോലും നശിക്കാതെ ഈ റൂട്ടിന് ഇത്രയും 185 സ്ക്വയർ കിലോമീറ്റർ വനം വെച്ചതിന് തുല്യം എന്ന് പറഞ്ഞുകൊണ്ട് കൂടിയാണ്. മറ്റേ കേരളത്തിന്റെ കാര്യം അറിയാലോ, ഏത് കാര്യം വന്നാലും ഞാൻ അടക്കല്ല പരിസ്ഥിതി പ്രവർത്തകർ ആദ്യം ജയ് വിളിക്കും, പക്ഷെ ഇത് കൊടി പിടിക്കും. ഇതുവരെ ഇല്ലാത്ത കാരണം ഈ പദ്ധതി മരം മുറിക്കേണ്ടതല്ല, ലക്ഷം തെങ്ങും കഴിഞ്ഞൊക്കെ മുറിക്കണം. 1 മീറ്റർ പോലും വനം കട്ട് ചെയ്യണ്ട. ഒരു എലഫന്റ് ആന നടന്നു പോണ വഴി ആണ്. അതൊക്കെ ഏറ്റവും വലിയ പരിസ്ഥിതിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആനത്താരന്റെ ഒക്കെ പഠിക്കണവർക്ക് അറിയാം. അങ്ങനത്തെ യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ലാതെ അടിവാരത്ത് ടൗണിൽ നിന്ന് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കൽപ്പറ്റ എത്താം. വന്നു കഴിഞ്ഞാൽ
അതൊക്കെ വളരെ വിശേഷപ്പെട്ട ഒരു പദ്ധതി തന്നെയാണ് നമ്മുടെ മുൻപിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച പദ്ധതിയല്ല, അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ച പദ്ധതിയാണ്. നമ്മളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. വയനാട്ടിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭഗീരഥ പ്രയത്നമാണ്. വയനാട്ടിലേക്ക് മാത്രമല്ല, നമുക്ക് മൈസൂരിലേക്കാണെങ്കിലും കർണാടകയിലേക്കൊക്കെ കയറണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നത് വയനാട് വഴി മാത്രമേ നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ക്ലേശം പരിഹരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, നമ്മൾ നിലവിൽ താമരശ്ശേരി ചുരം വഴിയൊക്കെ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന വായു മലിനീകരണത്തിന്റെ തോതും ഇതുവഴി കുറയ്ക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. എന്തൊക്കെയായാലും നടപ്പിലാക്കപ്പെടുകയാണെങ്കിൽ എല്ലാം കൊണ്ടും പ്രകൃതിക്കും അതുപോലെ തന്നെ ആളുകളുടെ യാത്രാ സുഖത്തിനും എല്ലാം അനുയോജ്യമായൊരു പദ്ധതി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം പറഞ്ഞ പ്രകാരത്തിലാണെങ്കിൽ ഒരു വനത്തിന്റെ ഒരു ഭാഗം പോലും നശിപ്പിക്കേണ്ടി വരില്ല എന്ന് മാത്രമല്ല, 180 ചില്ലാനം സ്ക്വയർ കിലോമീറ്റർ വനം വച്ച് പിടിപ്പിച്ചതിന് തുല്യമായിരിക്കും ഈ പദ്ധതി എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം. എന്ത് തന്നെയാലും അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ്. അത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ അനുമതി അദ്ദേഹത്തിന് ലഭിക്കട്ടെ. അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടി ആ അനുമതി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.